ആംബുലൻസ് റോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ, അതിലൊരു ആക്സിഡൻറ്റ് നമ്മൾ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ, നമ്മളെപ്പോലത്തെ ആളുകൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ളതും കൂടി സിമ്പിളായിട്ടൊന്ന് പറയാൻ പറ്റുമോ? ആക്സിഡൻറ്റ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തന്നെയാണ് പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ലേ 2 കിലോമീറ്റർ പരിധിയിൽ എന്തായാലും ആംബുലൻസ്. ഇപ്പോൾ കൊടുവള്ളിൻ്റെ ഒരു 3 കിലോമീറ്റർ പരിധിയിൽ ഏകദേശം 9ഓളം ആംബുലൻസുകളുണ്ട്. ഈ ആംബുലൻസ് വരാതെ പരമാവധി നിങ്ങൾ ആളെ എടുക്കാതെ നിൽക്കുക. ആ കിടന്ന പൊസിഷനിൽ തന്നെ ഒന്ന് മാറ്റി കിടത്ത് പോലും വേണ്ട. അയാൾ പയറ്റൊന്ന് വീണ ഇവിടെ ഈ ടേബിൾ മേലെ അവിടെ നിന്നോട്ടെ, ഈ ടേബിളിൻ്റെ സൈഡിലേക്കാണ് അയാൾ വീണ് വെച്ചാൽ അവിടെ നിന്നോട്ടെ. നമ്മളതിൽ സ്കൂപ്പ് എന്ന് പറഞ്ഞ സാധനം 2 ഭാഗം ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ കയറ്റുന്ന വ്യക്തി പോലും അറിയാതെ തന്നെ നമുക്ക് കണക്ട് ചെയ്തെടുത്തിട്ട് നേരെ സ്ട്രെച്ചറിലേക്ക് കയറ്റും. സ്ട്രെച്ചറിലേക്ക് നമ്മൾ കയറ്റി കഴിഞ്ഞാലും ഇത് അവരെ അവിടുന്ന് മാറ്റുന്നത് ഇതേപോലെയുള്ള അവിടെയുള്ള സ്പൈൻ ബോർഡ് ഉണ്ടാവും, ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലൊക്കെ ഉണ്ട്. ആ ബോർഡ് മേലെ അതായത് സ്ട്രൈറ്റ് കിടക്കണ ആൾ ഇതേപോലെ ചപ്പി ഒരു ബെഡിൽ കിടക്കുന്ന ഇങ്ങനത്തെ ഒരു ആക്ഷൻ ഇല്ലാത്ത രീതിയിൽ തന്നെ കിടന്നു കഴിഞ്ഞാൽ സ്പൈൻ അതുവരെ സേഫ്റ്റി ആയി. പിന്നെ അതിന് ശേഷം ഡോക്ടർമാർ പരിശോധിച്ചിട്ടാണ് സ്പൈനും കാര്യങ്ങളും എന്താണ് പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നോക്കണ്ടേ. നമ്മൾ ഓൾറെഡി ഇയാളെ കാണുമ്പോൾ തന്നെ വിചാരിക്കേണ്ട ഒരു കാര്യം ഇയാൾക്ക് സ്പൈനിന് പ്രശ്നമുണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കി കൊടുത്താൽ മതി. എന്നാൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. സ്പൈന് ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയൊരു വരയൊക്കെ ആദ്യം വരും, നല്ലൊരു ശതമാനം അങ്ങനെ വരുന്നത്. അത് പിന്നെ നമ്മൾ ഈ കൂട്ടി പിടിച്ചെടുക്കുമ്പോഴാണ് പൊട്ടുന്നത്. ഈ ഒരു കാര്യം പൊതുജനങ്ങൾ ബോധവാന്മാരാകുക എന്നുള്ളത് തന്നെയാണ് അതിൽ ചെയ്യാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ BLS ബേസിക് ലൈഫ് സപ്പോർട്ട്, അതിന് പരമാവധി ഇത് പല സംഘടനകളും പല ഹോസ്പിറ്റലിലും കൊടുക്കുന്ന ക്ലാസ്സുകളിൽ പങ്കെടുക്കുക. അത് പങ്കെടുത്തിട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ശ്രമം കൂടി നടത്തുക.